ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടെൻറ്റിലുള്ള ഒരു ഇതുണ്ട്, ടീപ്പോയി ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ നാല് സൈഡും പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നന്നാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പിന്നെ അതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് വെറും ഗമ്മ മാത്രം കൊടുക്കിയിട്ടുള്ളൂ. ഗമ്മ വെച്ചാൽ നമ്മൾ പശല്ല, അപ്പോൾ അതിന് മാത്രം കൊടുക്കിയിട്ടുള്ളൂ. പിന്നെ വേറെ ക്ലിപ്പ് കാര്യമൊന്നും കൊടുത്തിട്ടില്ല. ഞാനും അതേപോലെ തന്നെ ഒന്ന് അവിടെ നിന്ന് കടയിൽ പോയിട്ട് പശ വാങ്ങുക, എന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് നോക്കുന്നതായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഒട്ടിക്കിടുന്നൊക്കെ നമ്മൾ കാണിച്ചത് എളുപ്പത്തിലുള്ള പരിപാടിയാണ്. ഗേസ്, ഞാൻ പറഞ്ഞ സാധനം ഇതുണ്ടല്ലേ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിങ്ങാണ്ട് അതേപോലെ വേറെ കാലം കൂടി ഇവിടെ. അപ്പോൾ അത് വെച്ചിട്ട് ഈ സാധനം ഇതിൻ്റെ അടിയിലുള്ള ഇതുണ്ട്, ഫ്ലൈ ഉണ്ട്. സംഭവം പുതിയതായിരുന്നു. ഇത് സംഭവം അങ്ങോട്ടോട്ട് നീക്കിയിട്ട് ഈ പല കൈമാണ്ട് കുടുക്കി കൊടുക്കണം. അപ്പോൾ വെറും ഈ ഗ്യാപ്പിൽ കുത്തിരിക്കാറ്. ഇതിന് പശ നിർബന്ധമാണ്. അപ്പോൾ മരത്തിൽ പൊട്ടിക്കണ പശ കിട്ടുമോ പോയി നോക്കട്ടെ. എന്നിട്ട് വാങ്ങിക്കൊടുന്നതിൻ്റെ ശേഷം ഇത് നന്നാക്കാം. ഇപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ട്. പറ്റെക്സിൻ്റെ ഗ്ലൂ ആണ് വാങ്ങിക്കണത്. ഇത് മരത്തിനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ 5 മിനിറ്റ് കൊണ്ടാണ് സാധനം സെറ്റാവും. ഇനി അതുപോലെ ഒട്ടിക്കാനുള്ള പരിപാടി നോക്കില്ല. മെയിൻ ഫുഡ് പെറ്റെക്സ് ഫുഡ്. അപ്പോൾ ഇത് ഫാസ്റ്റിങ് ഒരു ഫാസ്റ്റായിട്ടുള്ളത് ഒട്ടുന്നാണ് പറയണത്. ഇപ്പം ഞാൻ പശ ആദ്യം പൊട്ടിക്കണം, പുതിയ കൊടുന്നതല്ലേ. എന്താ പാടെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഇതിന് ഇപ്പം ഹോളില്ല. അപ്പോൾ ഏതായാലും ഇവിടെ കട്ട് കിടക്കാം. ചെറിയ ഹോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സൈഡും ക്ലീനാണോ നോക്കണം. കാരണം പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടൂല കേട്ടോ. പൊടിയൊക്കെ ഉണ്ടെന്നാണ്ട് തുടച്ച് കൊടുക്കുക, ഡ്രൈ ആക്കി കൊടുക്കുക. പണി തുടങ്ങേണ്ടതാണ്. എളുപ്പമുള്ള പരിപാടിയാണ്. ട്രൈ ചെയ്തൊക്കെ ഒന്നാമത് പോരാനായിട്ട് സ്ക്രൂ ഒന്നും കൊടുത്തിട്ടില്ല. അതാണ് പെട്ടെന്ന് പോന്നിട്ടുള്ളത്. പശ ഉണ്ട്. ഈ ക്യാപ്പിൽ ഇതാ പശ കൊടുക്കുക. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ പണികളൊക്കെ എടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. ഈ ജോയിന്റ് വരുന്നിടത്തും പശ കൊടുക്കുന്നുണ്ട്. കുറെ അങ്ങോട്ടും കൊണ്ട് വലിച്ചിട്ടാണ് ഇതിങ്ങനെ പൊട്ടാൻ. ഏതായാലും ഓരോ സൈഡ് കുടുക്കി കൊടുക്കുക, അങ്ങനെ നടക്കുള്ളൂ കേട്ടോ. ഇതിമേലും പശ കൊടുക്കുന്നുണ്ട്. 2 സൈഡ് ഉണ്ടെങ്കിൽ കവറിലാണ് ചെന്നു പോകും. ബ്രഷ് ഇതിനാന്ന് വെച്ചാൽ പശ ഒന്ന് എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുക. ബ്രഷിൻ്റെ തലപ്പ് സെറ്റായിട്ടുണ്ട്. അത് ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തിരുന്നതാണ്. ഇവിടെയും ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ജോയിൻറ്റിലും കൊടുത്താലും നല്ലതാണ്.
അപ്പം ഇനി അടുത്ത പരിപാടി അതങ്ങനെ കുറച്ച് നേരം നിൽക്കട്ടെ അവിടെ. എന്നിട്ട് അടുത്തേവളം തേച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് നിന്നാൽ ശേഷം ഒട്ടിച്ചാൽ നല്ലതാണ്. ഇതിലും വേണം തേച്ചിങ്ങാണ്ട് എന്നിട്ടൊന്ന് വെച്ച് 2 സൈഡും കൊടുക്കി കൊടുക്കുക. പശൻ്റെ കുറവ് വേണ്ട, നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതില്ല കുറഞ്ഞിക്കിടാനുള്ളൊരു പരാതി വേണ്ടല്ലോ. അപ്പോൾ ഇതിമേൽ തേച്ചിട്ടുണ്ട്. അതിൽ ഈ സൈഡും കൂടെ ഉണ്ട് തേക്കലാണ്. വൃത്തിയായിക്കോട്ടെ. ഈ പണിക്ക് വന്നാൽ മതിയായിരുന്നു. അതെല്ലാം ചെയ്യാം. ബ്രഷ് അവിടെ ഇതിപ്പോൾ ഈ പശ ഉണങ്ങും അല്ല, ഇപ്പോൾ ഈ വെള്ള കളറാണെങ്കിലോ ഉണങ്ങുമ്പോൾ അത് ഗ്ലാസിൻ്റെ ടൈപ്പിനായി വരും. അപ്പോൾ ഒന്നും അറിയുന്നില്ല, എവിടെ തേച്ചിക്കണമെന്നൊന്നും അറിയില്ല. പുറത്തെവിടെങ്കിലും ആയാൽ ട്രാൻസ്ഫർ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതുമായി ഇതും കൂടെ ഉണ്ട്. ലാസ്റ്റ് എൻ്റെ പീസാണ് സംഭവം. അതിമേ ലോക്ക് കൊടുക്കണം. താഴെ ഒന്നെങ്കിൽ അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കണം, എന്നാൽ പിന്നെ അവിടെ കറക്റ്റ് നിൽക്കും. ഇത് വെറും പശമ മാത്രമേ നിൽക്കുള്ളൂ. പിന്നത്തെ ക്ലാമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ തൽക്കാലം കൊടുക്കുക. ക്ലാമ്പുണ്ടെങ്കിൽ ക്ലാമ്പ് കൊടുത്താൽ മതി. പിന്നെ എത്ര കാലം ആണെങ്കിലും ഇളകാതെ നിന്നോളൂ. ജോയിൻറ്റിൽ ഇല്ലായിട്ടൊരു പരാതി വേണ്ട. തേച്ച് നമ്മൾ ആദ്യം തേച്ച് വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് കുടിക്കുകയാണെങ്കിൽ കൊടുക്കുക. പീസെല്ലാം പശ തേച്ചിട്ടില്ല, ഞാൻ ലാസ്റ്റ് പിന്നെ കുടിക്കാൻ പറ്റില്ല കഴിഞ്ഞിട്ട്. അപ്പം ഇത് ഏതായാലും ഇവിടെ കുടുക്കി കൊടുക്കുക. കറക്റ്റ് ജോയിൻ്റ് ഉണ്ടല്ലോ, ജോയിൻ്റ് കണ്ട് ഇറക്കി കൊടുക്കുക. ക്ലാമ്പൊക്കെ വേണം, അല്ലെ പിന്നെ ഇവിടെ നിൽക്കുള്ളൂ. ഇനി അടുത്ത സൈഡും കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഭാഗത്ത് നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഇതിന് 2 സൈഡും പശ അതിന് തേച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. വലിച്ച് സൈഡൊക്കെ പൊട്ടിക്കണം. നിലത്ത് വെക്കണം, മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി കളിക്കണം. പിന്നെ എല്ലാം കഴിഞ്ഞ ദിവസം 4 സൈഡ് ടാപ്പ് ഇതിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇളകിയാൽ പോലും. പക്ഷെ ഒട്ടോളത്തിനെങ്കിലും അപ്പം നമ്മളെ ലാസ്റ്റുള്ള ഭാഗമുണ്ട്, അപ്പോൾ അവിടെ പശ തേച്ചിട്ട് ചെയ്യുക. അതുപോലെ തേച്ചങ്ങാണ്ട് മുതൽ ജോയിൻ്റ് ക്ലിയർ ചെയ്യാം.
ഡോക്ടർമാരെ കുറച്ച് വലിച്ചിട്ടുണ്ട് കേട് ഇപ്പോൾ ഫൈനൽ കേസും കൂടെ തന്നെ വെക്കുകയാണ്. എല്ലാ സൈഡും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സേഫ്റ്റിക്ക് ഇതിനാണ് ഉള്ളിൽ കൂടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പോകുന്നത് പ്രശ്നം വേണ്ട. എളുപ്പമുള്ള പരിപാടിയാണ് ചെയ്യുന്നതൊക്കെ, വിചാരിക്കണ്ട. തരികിട പരിപാടിയാണ്, തരികിട. കുറേ ടൂൾസ് കാര്യങ്ങളൊക്കെ വാങ്ങണം. അങ്ങനത്തെ എല്ലാ ടൂൾസും ഇല്ല, അപ്പം എല്ലാം കൊണ്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ അടുത്ത പണി ടാപ്പ് ഒട്ടിച്ച് വെക്കുക. പിന്നെ ഉണങ്ങോത്തിന് ടാപ്പ് മട നിന്നോളൂ. ടാപ്പ് ഒട്ടിച്ചാണ് കട്ടിംഗ് പേർ ഉപയോഗിക്കണേ അവസ്ഥ. തന്നെ ഫാസ്റ്റ് ഒന്നങ്ങോട്ട് തിരിഞ്ഞാലും മട്ടൻ തെറ്റും. അങ്ങനെ അവസ്ഥ എല്ലാവർക്കും കറക്റ്റ് ചെയ്യണം. മട്ടൻ തെറ്റി കഴിഞ്ഞാൽ കുളമായി. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, കണ്ടില്ല? എല്ലാ സൈഡും കറക്റ്റിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ ഉണങ്ങോളം അങ്ങനെ നിൽക്കട്ടെ. ഉണങ്ങിക്കഴിഞ്ഞാൽ ആ കളറൊക്കെ പോകും. അപ്പോൾ ഉണങ്ങിയ ശേഷം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഒരു 10-15 മിനിറ്റ് കഴിയട്ടെ, കഴിഞ്ഞാലൊക്കെ സെറ്റാവും. അപ്പോൾ ഞാൻ ഈ ടീപ്പോയി അങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കേസ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇതാണ് ഇപ്പം ഇതിൻ്റെ പോകാം, കണ്ടില്ലേ? പൊളിഞ്ഞിരുന്ന ആദ്യം. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്, സെറ്റായി. എന്താണ്ട പശ തേച്ചാൽ കൂടി എവിടെയും കാണണം കൂടിയല്ലോ. ക്യാപ്പൊക്കെ നല്ല ഫില്ലായി പോകുന്നില്ലേ, കംപ്ലീറ്റ് ഫില്ലായി പോന്നിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതാണ് പശൻ്റെ പ്രത്യേകത. ക്ലിയർ ടൈപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അതെങ്ങനെ നമ്മളിവിടെ ഇരിക്കുന്നിടത്തുനിന്ന് നല്ല പുസ്തകം അതൊക്കെ വെച്ചുകൊണ്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ചായ കുടിക്കാൻ എനിക്ക് പറ്റിയൊരു ചെറിയൊരു ടീപ്പോയാണ്. മരത്തിൻ്റെതാണ്. ഒറിജിനൽ മരമല്ല, മറ്റേ വുഡുമ്മൽ ഷീറ്റ് അടിച്ചാണ് ചെയ്തത് കേട്ടോ. വുഡ് മോഡലായതാണ്. അപ്പോൾ എളുപ്പമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പരിപാടിയൊക്കെ എളുപ്പമുള്ളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളത് നന്നാക്കുക. അതൊക്കെ തന്നെ പരിപാടി. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. താങ്ക് യു.